സുരേഷ് ഗോപിക്കെതിരെ പല മാധ്യമത്തിലും ജനങ്ങളും എല്ലാവരും കൂടി ചില അപവാദങ്ങളൊക്കെ പരത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എത്ര സത്യം ഉണ്ടെന്നോ സത്യം ഇല്ലാന്നോ ആർക്കും അറിയില്ല. ഞാൻ പറഞ്ഞു, എന്നെ പിടിച്ച് മറ്റൊരാൾ പറഞ്ഞു, മറ്റൊരാളെ പിടിച്ച് മറ്റൊരാൾ പറഞ്ഞു, അങ്ങനെ പരസ്യമായിട്ട് പാർട്ടി വിദ്വേഷത്തിലും അതൊരു ജനാധിപത്യ രാജ്യത്തിൽ ഉള്ള ഒരു BJP എന്ന പാർട്ടിയിൽ ആ പാവം അംഗമായതിനു ശേഷം ഇലക്ഷനിൽ നിന്ന് ജയിക്കാനുള്ള ഇതിൽ വന്നതിൻ്റെ ഒരു പകപോക്കലാണോ ഇതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്ത് തന്നെയായാലും അയാളുടെ മേലിൽ ഇത്രയും ക്രൂരമായ അധിക്ഷേപങ്ങൾ നടത്തുന്നത് ഏതൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ചെയ്യുന്നതിൽ ഒരു മര്യാദക്കേട് ഇല്ലേ എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുപോലെ അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണണം. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി എങ്ങനെയാണ് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത്. ഒന്നും മോഹിച്ചിട്ടല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്, സ്വയം താല്പര്യം. ഓരോ മനുഷ്യർക്കും ഓരോ പ്രവൃത്തിയിലാണല്ലോ ഇച്ഛം അല്ലെങ്കിൽ ഒരു താല്പര്യം. ഒരു വ്യക്തി അങ്ങനെയുള്ള ആ നല്ലൊരു മനസ്സിന് ഉടമയായ വ്യക്തികളിൽ ഗോപി സാർ. അപ്പോൾ ആളെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ വാർത്ത ഇപ്പോൾ TV-യിലൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. തൃശ്ശൂരിൽ എവിടെ നിന്നൊക്കെ കള്ളവോട്ട് പിടിച്ചു കൊണ്ടുവന്ന് ജയിച്ചു, ആ ജയം കള്ളവോട്ടോട് നേടിയ ജയമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ആൾക്കാർ കള്ളന്മാരാണെന്നാണ് അപ്പോൾ തൃശ്ശൂരിലുള്ള അതൊക്കെ പോട്ടെ, എന്തെങ്കിലുമൊക്കെ അവിടെ നമുക്ക് പറയുന്നത്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണണം. ഇതാണ് സത്യത്തിൽ അങ്ങേര് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ജനമനസ്സ് കീഴടക്കിക്കൊണ്ടാണ് എവിടെ ഇരുന്നാലും ചിലപ്പോൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുന്ന ആഗ്രഹിച്ച് ചിലപ്പോൾ മനഃപൂർവ്വം ഒന്ന് വോട്ട് ചെയ്തവരായിരിക്കാം. അപ്പോൾ കഴിഞ്ഞ 2-3 ഇലക്ഷനിൽ ആൾ തോൽക്കൊക്കെ ഉണ്ടായി. പക്ഷേ അത് വേറെ വിഷയം. ആൾ ജയിച്ചോ തോൽക്കൊന്നുമല്ല പ്രശ്നം, ഇലക്ഷൻ്റെ പ്രശ്നമല്ല ഞാനിവിടെ പറയുന്നത്. അങ്ങേരെ പറ്റി ചില സൂചനകൾ നൽകിയതാണ്. നിങ്ങളൊക്കെ കാണുന്നതിന് ഒരു 8-10 പടി മുകളിലാണ് ആൾ കാണുന്നത് കേട്ടോ. ഒരു നമ്മുടെ നാട്ടിലെ എത്ര രാഷ്ട്രീയ പ്രവർത്തകർ ഇതൊക്കെ കാണുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ചുരുക്കം പേര് ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ ചുരുക്കം ഇല്ലയെന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിലൊരാളാണ് നമ്മുടെ ഈ സുരേഷ് ഗോപി സാർ. അപ്പോൾ അയാൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ കണ്ടെങ്കിലും അയാളെ ഈ രീതിയിലുള്ള അവഹേളനത്തിൽ നിന്ന് വിമുക്തനാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ മനുഷ്യസ്നേഹികളായ മനുഷ്യന്മാരായ നിങ്ങൾ, പിന്നെ എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രീതിയിൽ നിന്ന് തൊഴുത് കാല് പിടിച്ച് സ്വഭാവത്തിലൊക്കെ പറയണമെന്ന് അതൊന്നും പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ തന്നെ ഓരോ സ്വഭാവശുദ്ധി ഉണ്ട്. ആ ശുദ്ധിയിലായിരിക്കും ഓരോരുത്തർ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഒരു കഥാപാത്രത്തെ പോലെ ഒന്നും പുറത്തു വന്ന് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒക്കെ മുഷ്ടി സ്വഭാവമായിരിക്കും, ചിലപ്പോൾ നല്ല സ്വഭാവം. പക്ഷേ അയാളുടെ ഹൃദയമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാനിത് വേറെ ഒന്നും കൊണ്ടല്ല. ഇങ്ങനെയുടെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. കണ്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു സംഭവമല്ല, പല സംഭവങ്ങളും ഉണ്ട്. ആൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരുന്നുണ്ട്. കാരണം അയാൾ സാമ്പത്തികമായിട്ടുണ്ട്, അതൊരു വശം. അതെന്തെന്നോ സാമ്പത്തികമായിട്ട് എത്രയോ ആളുകൾ നമ്മുടെ ഈ കേരള മഹാരാജ്യത്തുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അതിന് വേണം മനസ്സ്. ആ മനസ്സുള്ള ചില വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാർ. ഒരു സഹായം ചെയ്ത ഒരാൾ വീട്ടിലായ അവസ്ഥ. മറ്റൊരു ഗ്രാമപഞ്ചായത്തിൽ കാരിക്കടവ് ആദിവാസി മേഖലയിൽ കറണ്ട് കണക്ഷൻ 1.5 വർഷമായിട്ട് കട്ട് ചെയ്തു. ഒരു സഹായം ചെയ്തതാണ്. നമ്മുടെ 13 വീടുകളിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് ഒരു വീട്ടിൽ നിന്ന് കറണ്ട് കൊടുത്തു. അതിന്റെ ബില്ല് അടയ്ക്കാമെന്ന് പറഞ്ഞവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. 1.5 വർഷമുള്ള വീട്ടിൽ കറണ്ട് ഇല്ലാത്തൊരവസ്ഥ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഈ വീഡിയോ ആരൊക്കെ കാണുന്നു. അപ്രതീക്ഷിതമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്രമന്ത്രി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെ PA ആണ് നമ്മൾ വിളിച്ചത്. ഈ വീഡിയോ ആളുടെ ശ്രദ്ധയിൽ വിട്ടു. അതിന്റെ മുഴുവൻ കറണ്ട് ബില്ല് ആളെ അടയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ PA നമ്മുടെ വെള്ളികുളങ്ങര KCB-ൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 60,000 ചില്ലാൻ രൂപയോളം മുഴുവൻ പൈസയും സുരേഷ് ഗോപി ഇന്നലെ അടച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്ന് ശിവൻചാറിന്റെ വീട്ടിൽ കറണ്ട് എത്തിയേക്കാണ്. സുരേഷ് ഗോപിക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. എന്തായാലും ആ കുടുംബം ഇന്ന് വളരെ ഹാപ്പിയാണ്. അവർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിയേക്കാണ്. അപ്പൊ എനിക്ക് വളരെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക് 1000 നന്ദി. എല്ലാ മേഖലയിൽ നിന്നുള്ള സപ്പോർട്ടേഴ്സിനും 1000 നന്ദി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇത്രയുള്ള ഈ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിലെനിക്ക് വേറൊന്നും പറയില്ല. തെറ്റിദ്ധാരണകൾ മനസ്സിൽ ആയിക്കോട്ടെ. വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. പാർട്ടിയുടെ ബേസിൽ നിങ്ങൾക്ക് അധിക്ഷേപിക്കാം. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, അധിക്ഷേപമാണല്ലോ കൂടുതൽ, പ്രവൃത്തിയൊന്നും ഇല്ലല്ലോ. നല്ല കാര്യം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുക, അവരുടെ വിലയെ നശിപ്പിക്കുക, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ താഴ്ത്തി കാണിക്കുക. ഇതൊക്കെയാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെ പാർട്ടികളിലുള്ളത്. ഇപ്പോൾ ഏത് BJP ആയാലും RSS BJP ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിക്കാരെയും ഇതൊക്കെയും ചെയ്യാൻ. രാഷ്ട്രീയത്തിലെ ഒരു ചെറിയൊരു കളരി ഫൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ. അത് മനസ്സിലായി. അപ്പോൾ അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ വ്യക്തിപരമായിട്ട് അത് അയാളെ അധിക്ഷേപിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്ര പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. പല യൂട്യൂബ് ചാനലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങേരെ യൂട്യൂബിലും നല്ല പ്രവർത്തിക്കുന്നത് പല വാർത്തകളും കണ്ടും കേട്ടും മനസ്സിലാക്കി ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്ത് കണ്ടും മനസ്സലിവ് വന്നും ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അയാളിങ്ങനെ ഒരു BJP-യിൽ ചേർന്നതിന് ആയതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ കണ്ട് അധിക്ഷേപിക്കരുത്. പാർട്ടിയുടെ രീതിയിൽ നിങ്ങൾക്ക് അധിക്ഷേപിക്കുക. വ്യക്തിപരമായിട്ട് ചെയ്യുന്നത് എത്രയും നല്ലതല്ല കേട്ടോ. എത്രയും പറയുള്ളൂ. അപ്പോൾ അങ്ങനെ അയാളെ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആളുകളൊക്കെ കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന് അയാൾ ചെയ്യുന്ന നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? വോട്ട് ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ? അറിയില്ല.
രാഷ്ട്രീയം അധികം കൈപ്പിടുത്തമില്ലാത്ത ആളാണ് ആള് രാഷ്ട്രീയത്തിൻ്റെ ഇത് മനസ്സിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഒരു പൊതുപ്രവർത്തകനെ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഒരു പൊതുജനങ്ങളെ സേവിക്കാനുള്ള ഒരു ഇതിലേക്ക് നിങ്ങുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ആൾ ചെയ്യുന്നത്. അതെനിക്ക് എത്രത്തോളം ആൾക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം.